മലയിലെ പ്രസംഗം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെന്നാണ് കർത്താവ് അവരെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളെ കടിച്ചു കയറാൻ വേണ്ടി വരികയാണ്, പക്ഷെ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. രണ്ടാമത്തത്, അവരുടെ അനന്തരഫലത്താലും നിങ്ങൾ അവരെ തിരിച്ചറിയും. അതേതാണ്? കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനെ ഏവനുമല്ല, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ഇവർ പറയും, ഞങ്ങൾ ഒത്തിരി ശുശ്രൂഷ ചെയ്ത് കർത്താവേ, ഭൂതങ്ങളെ വരെ പുറത്താക്കി. അതൊരു വൈരുദ്ധ്യമല്ലേ? ഭൂതങ്ങളെ പുറത്താക്കാൻ ഭൂതത്തിന് കഴിയുമോ? ഇല്ല. അപ്പോൾ ഇവര് ഭൂതം പിടിച്ച മനുഷ്യരൊന്നുമല്ല. പക്ഷെ ഇവരെവിടെയാ തെറ്റിപ്പോയത്? കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ. ഇവർ ശുശ്രൂഷയുടെ തിരക്കിലായിപ്പോയി. ഇവർക്ക് യേശുവിനോട് കൂടെ ഇരിക്കാൻ സമയമില്ലാതായിപ്പോയി. ഇവർ മനുഷ്യരുടെ പ്രീതി നോക്കി മറ്റ് ലൗകിക മോഹങ്ങളിൽപ്പെട്ട് മുന്നോട്ട് പോയി. നമുക്ക് വേണ്ടി ചോദിക്കാം, കർത്താവല്ലേ കൃപാവരം കൊടുത്ത കർത്താവിനങ്ങ് വിലക്കാൻ പാടില്ല? ഇല്ല. ഈ ഒരുത്തനെ പറിച്ചു കളഞ്ഞാൽ വീഴുന്നത് അനേകം പേരാണ്. അതാ കളയുടെ ഉപമയിൽ നമ്മൾ കാണുന്നു. വേലക്കാർ ചോദിക്കുന്നു, ഈ കള ഞങ്ങൾ പറിച്ചു കളയട്ടെ? പറിക്കരുത്, പറിച്ചാൽ മറ്റേ നല്ലത് കൂടെ പോകും. ഈ ശുശ്രൂഷകരെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ന്യായവിധി ദിവസത്തിൽ കർത്താവ് പറയും, അധർമ്മികളെ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല.